എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. നമുക്കിന്നൊരു നാടൻ ചിക്കൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് അധികം താമസിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോകാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിന് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കനിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് എണ്ണയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയായിട്ട് ചേർത്തിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതവിടെ ഇരിക്കുന്ന നേരം കൊണ്ട് നമുക്കിതിൽ കുറച്ച് മസാല തയ്യാറാക്കാനുണ്ട്. ഞാൻ എരിവുള്ള മുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അല്ലാത്ത കാശ്മീരി മുളക് ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലിയാണ്, മുഴുവൻ മല്ലിയും 3 വെളുത്തുള്ളി അല്ലിയും ഇഞ്ചിയും, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട, പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, വലിയ ജീരകം കൂടെ ചേർത്ത് കുരുമുളക് 1 ടീസ്പൂണോളം കുരുമുളകും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ കറിക്ക് നമ്മൾ അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര ടേസ്റ്റ് ആട്ടോ ഇത് നമുക്കൊന്ന് വറുത്തെടുത്തതിന് ശേഷം അമ്മിക്കല്ലുണ്ടെങ്കിൽ നമ്മുടെ അരകല്ലേ വെച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. എനിക്കിവിടെ അരകല്ലില്ല, അതുകൊണ്ട് ഞാനിത് നമ്മൾ മിക്സിയുടെ ജാറിലോട്ടാട്ടോ അരയ്ക്കുന്നത്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ മതിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്. കുറച്ച് 1/4 ടീസ്പൂണോളം കടുകും ചേർത്തിട്ടുണ്ട്. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3 സവാള, ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്, വലിയ വലിപ്പമുള്ളതല്ല. സവാളയും 2 തണ്ട് കറിവേപ്പിലയും 4 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റി വരാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നാലേ നമ്മുടെ കറിക്ക് നല്ല ഗ്രേവി, കട്ടിയുള്ള ഗ്രേവിയോട് കൂടിയുള്ള കറി നമുക്ക് കിട്ടുകയുള്ളൂ. നല്ല കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്. അതിനുവേണ്ടിയാണ് ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല നമുക്ക് അരയ്ക്കേണ്ടതാണ്. നമുക്ക് ആ മസാലയൊന്നും എടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. മസാലയിലോട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ മസാലയൊന്ന് നമുക്ക് നോക്കാം എങ്ങനെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന്. വേണ്ട, ഇതുപോലെ നല്ല മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. അല്പം വെള്ളം ചേർത്തിട്ടാട്ടോ ഞാൻ അരച്ചത്. നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ സവാളയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇപ്പോൾ വേണ്ട ഏകദേശം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ നേരത്തെ നമ്മുടെ ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ, അത് മറക്കല്ലേ. ഉപ്പ് ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പം ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. തക്കാളിയും ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിന്ന് വെള്ളമൊന്നും ചേർക്കണ്ട. നമ്മളിന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. 5 ഇല്ലെങ്കിൽ 2-3 മിനിറ്റെങ്കിലും ഒന്ന് വേവിക്കണം. ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തൊടയണേ. നമുക്കിനി നല്ലതുപോലെ ഒന്ന് വഴറ്റി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായി. തീരെ കുറച്ചിടുക കേട്ടോ, സിമ്മിലിടുക തീയും, അല്ലെങ്കിൽ നമ്മുടെ മസാലയെല്ലാം നമ്മളിത് കരിഞ്ഞു പോകും. നമുക്കിനി അടച്ച് വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് അടപ്പ് തുറന്നൊന്ന് നോക്കാവുന്നതാണ്. ഇത് നമ്മുടെ തക്കാളിയും നമ്മുടെ സവാളയും പച്ചമുളകും കറിവേപ്പിലെല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പാട്ടോ ചേർക്കേണ്ടത്. നമ്മൾ അരപ്പത് നല്ലതുപോലെ അരച്ച് വെച്ച അരപ്പാണ്. അരപ്പൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കിത് മിക്സ് ചെയ്യാം. നമ്മുടെ അരപ്പിൻ്റെ ആ ഒരു പച്ച മണമൊന്ന് നല്ലതുപോലെ മാറി നമുക്ക് ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വരട്ടി ചേർക്കാവുന്നതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഏകദേശം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എണ്ണയെല്ലാം നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ചേർത്ത് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നു. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആട്ടോ ഒന്ന് ചേർക്കേണ്ടത്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ചേർക്കാവുന്നതാണ്. ഇനി ചിക്കൻ ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മൾ ഈ ചിക്കൻ ചേർക്കുന്ന സമയത്ത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഇപ്പം നമ്മൾ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ സിമ്മിൽ തന്നെ ഇരിക്കട്ടെ. നല്ലതുപോലെ ഒന്നിത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളിങ്ങനെ ചിക്കൻ കറി വെച്ചാൽ ചിക്കൻ കറി ഇഷ്ടമില്ല എന്ന് പറയുന്നവർ പോലും വാങ്ങിക്കഴിക്കും കേട്ടോ. ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അത്ര ടേസ്റ്റാട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. തീ കുറച്ച് വെക്കണം കേട്ടോ. നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങാറുണ്ട്. അതെല്ലാം ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഇപ്പോൾ ഇതേണ്ട ഒരു 10 മിനിറ്റോളമായി നോക്കി നമ്മുടെ നല്ലതുപോലെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എത്രമാത്രം കാണാമെന്നറിയുന്നില്ല. അതാണ്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമ്മുടെ അരപ്പിൻ്റെ ആ ജാറ് കഴുകിയ വെള്ളമാട്ടോ ഞാൻ ഒഴിക്കുന്നത്. ആ വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് നമ്മുടെ ചാറിന് എത്ര നമുക്ക് ഗ്രേവി ആവശ്യമാണോ അത്രമാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. എൻ്റെ അമ്മയൊക്കെ സ്ഥിരമായിട്ട് വെക്കുന്ന ചിക്കൻ കറി ആട്ടോ ഇങ്ങനെ. അത് അമ്മ കല്ലിലാട്ടോ, നമ്മൾ അരകല്ലിൽ അരച്ച അമ്മ ചേർക്കുന്നത്. എനിക്കിവിടെ അരകല്ലില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ചേർക്കുന്നത് കേട്ടോ. ചെറിയ ജാറിലാട്ടോ അരയ്ക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേണ്ട നമുക്കിനി അടച്ച് വെക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അടച്ച് വെച്ചൊരു 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡിയാകും. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഏകദേശം 5 മിനിറ്റ് ഒരു 10 മിനിറ്റോളം ആയ സമയം കേട്ടോ. നമ്മുടെ കറി ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇനി 2 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. നല്ലതുപോലെ വെന്ത് ചിക്കനെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ കറി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പും കൂടി ഒന്ന് വിതറാട്ടോ. അതിൽ നല്ലപോലെ മല്ലിച്ചപ്പ് ഒന്ന് വിതറി മല്ലിച്ചപ്പ് ഇഷ്ടമുള്ളവർക്ക് മാത്രം മതി കേട്ടോ. മല്ലിച്ചപ്പ് യാതൊരു നിർബന്ധവും ഇല്ല. മല്ലിച്ചപ്പ് നല്ലതുപോലെ ഒന്ന് വിതറി നമുക്കിനി വിളമ്പാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ കറി കപ്പയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ മറക്കാതിരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർപ്പിച്ചെന്നേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ഗുഡ് ബൈ.